തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി CBI 2022 ഫെബ്രുവരിയിലാണ് തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷ് മരിച്ചത്. അനന്തരഷൻ വിവരങ്ങളുമായിട്ട് വലിയ വിവാദമായ സംഭവമായിരുന്നു. ഇപ്പോൾ എന്ത് നടപടിയിലേക്കാണ് കടക്കുന്നത്? ദിവിഷ് 2022 ഫെബ്രുവരിയിലാണ് തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷ് കസ്റ്റഡിയിൽ കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മരണപ്പെടുകയും ചെയ്തത്. പോലീസിന്റെ മർദ്ദനത്തെ തുടർന്നാണ് മരണം എന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് ഈ കേസിന്റെ അന്വേഷണം കസ്റ്റഡി മരണമായതുകൊണ്ട് തന്നെ CBIക്ക് കൈമാറിയിരുന്നു. CBI ഇപ്പോൾ 3 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിട്ടുണ്ട്. അന്ന് തിരുവല്ലം SHO ആയിരുന്ന സുരേഷ് V. നായർ, SI വിപിൻ പ്രകാശ്, ഗ്രേഡ് SI സജീവ് കുമാർ, ഈ 3 പേരെയാണ് പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി തേടി സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് CBI കത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഇവരെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് CBI പോകും. അന്ന് തിരുവല്ലത്തിന് സമീപം ജഡ്ജികുന്നിൽ അവിടെ വിനോദസഞ്ചാരത്തിന് വന്ന ദമ്പതികളെ തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്ത് നാട്ടുകാർ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതേ തുടർന്ന് അവിടെ ഒരു സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ ഉൾപ്പെട്ടയാളായിരുന്നു സുരേഷ്. ആ സുരേഷിനെ കസ്റ്റഡിയിൽ പോലീസ് എടുത്തതിന് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഇയാളുടെ മരണം സംഭവിച്ചത്. അത് പോലീസിന്റെ മർദ്ദനത്തെ തുടർന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. തുടർ നടപടിയുമായി CBI ആണ് മുന്നോട്ട് പോകുന്നത്.